നമുക്കറിയാവുന്നതുപോലെ കേരളത്തിൽ ഒരു വലിയ നമ്മളെല്ലാം ഞെട്ടിപ്പോയ ഒരു സംഭവം ഉണ്ടായി. നരനായാട്ടെന്നാണ് മാതൃഭൂമി അതിനെ വിശേഷിപ്പിക്കുന്നത്. CISF ഉദ്യോഗസ്ഥർ ഒരു യുവാവിനെ കാർ കയറ്റി കൊന്നു. അതായത് ഇവർ മദ്യലഹരിയിലായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. മറ്റൊന്ന് വളരെ ബ്രൂട്ടലായിട്ടുള്ള ഒരു കൊലപാതകം നടന്നു. ആ വാർത്ത കേരളത്തെ ഞെട്ടിച്ചു. അല്ലെങ്കിൽ മറ്റ് ആരും ഇങ്ങനൊരു വാർത്ത കേട്ടാൽ ഞെട്ടിപ്പോകുന്ന തരത്തിലേക്ക് അവരുടെ ഒരു അധികാരം ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ CSFകാർക്കുള്ള ഒരു പവർ ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ ഒരു കൊല എന്ന് കൂടെ പറയാം. കാരണം ഇതൊന്നും ആരും ചോദിക്കില്ല എന്നുള്ളൊരു തോന്നലിൽ നിന്നുണ്ടാകുന്ന ഒരു തരം വൈരാഗ്യമാണ് ഇതിന് പുറകിൽ. ഇതുപോലുള്ള നിരവധി സംഭവങ്ങൾ രാജ്യത്തിൻ്റെ പല മേഖലയിലും പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ സംബന്ധിച്ച് ഇതൊരു വലിയ അത്ഭുതകരമായ അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിരുന്നു. ആ വാർത്തയ്ക്കാണ് വലിയ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. മാതൃഭൂമി അടക്കം അല്ലെങ്കിൽ മലയാളത്തിലെ എല്ലാ പത്രങ്ങളും അത് വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്നു. ഇന്നലെ നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മുടെ ചാനലുകളെല്ലാം തന്നെ അതിൽ തന്നെയാണ് കൂടുതലായിട്ടും നിന്നത്. ഏതായാലും ആ വാർത്തയ്ക്ക് പ്രാധാന്യം, അതിൻ്റെ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് സംബന്ധിച്ച് മലയാള മനോരമയും മാതൃഭൂമിയും വളരെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അവരുടെ വീട്ടുകാരുടെ പ്രതികരണം, ഒരു സാഹചര്യം എല്ലാം അതിനകത്ത് വളരെ സവിസ്തരം പറഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ അത് ഞാൻ പറഞ്ഞു വന്നത് അതിൽ പ്ലേസ് ചെയ്ത രീതിയാണ്. നരനായാട്ട് എന്ന് മാതൃഭൂമി കൊടുക്കുമ്പോൾ തൊട്ട് ഓപ്പോസിറ്റായിട്ടുള്ള അവിടെ മറ്റൊരു വാർത്ത പ്ലേസ് ചെയ്തിരിക്കുന്നു. നരഭോജി കടുവ, കാളികാവിൽ ടാപ്പിംഗ് തൊഴിലാളിയെ കടുവ കൊന്നു തിന്നു എന്ന് പറയുന്ന വാർത്ത. ഇന്ന് ഒന്നാം പേജിൽ തന്നെ ഏതാണ്ട് ഒരു 7ഓളം പ്രധാനപ്പെട്ട വാർത്തകൾ പ്ലേസ് ചെയ്യപ്പെട്ടു എന്ന് പറയാം. ഇത് മലയാള മനോരമയിലും ഇങ്ങനെ തന്നെയാണ്, മറ്റ് മിക്കവാറും പത്രങ്ങളിലും ഇങ്ങനെയാണ്.